ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അർമേനിയയിലെ ഏറ്റവും പുരാതനവും ലോകത്തിലെ ഏറ്റവും പഴയ 10 പള്ളികളിൽ ഒന്നുമായ എച്മിയാട്സിൻ ചർച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. എരവാൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡാണ്. എല്ലാവരും കാണുമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും വിശ്വസിക്കുന്നു. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. അർമേനിയയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നായ എച്മിയാട്സിൻ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ താമസിച്ച ഹോട്ടലിലെ ആൾക്കാർ തന്നെ അറേഞ്ച് ആക്കുന്ന ടാക്സിയിലാണ് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. അർമേനിയയുടെ തന്നെ പല പഴയ സിറ്റികളും പിന്നിട്ട് മുന്നോട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഈ പുരാതന പള്ളി കാണാൻ പോകുന്നത് ഞങ്ങളെ അവിടെ എത്തിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്നൊരു പുള്ളിയെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു കയ്യിലും നല്ല 2 കൈ കൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആശാൻ വണ്ടി ഓടിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് പുള്ളിയുടെ ഭാഷ അറിയണമല്ലോ. പുള്ളി ഒന്നും കൂസലില്ലാതെ യൂട്യൂബൊക്കെ കണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അത് 100 വണ്ടി പറപ്പിച്ചു വിടുന്നത്. പറപ്പിക്കലാണ് വിചാരിക്കുന്നത് കൃത്യമായിട്ട് എത്തിച്ചാൽ മതിയായിരുന്നു. ഇമാരി വണ്ടി ഓടിക്കൽ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടെന്നു. എന്തേനു കുറേ നഗരക്കാഴ്ചകളും കുറേ ഗ്രാമക്കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് എച്മിയാട്സിലേക്ക് പോകുമ്പോൾ കാണാനുള്ളത്. എരവാനിൽ ഏകദേശം ഒരു 40 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട് നമുക്ക്. വലിയ എക്സ്പെൻസീവായിട്ടുള്ള യാത്രയൊന്നുമല്ല. ആകെപ്പാടെ ഒരേ ഒരു ടെൻഷൻ തോന്നിയത് ഈ പുള്ളിക്കാരൻ്റെ മൊബൈൽ നോക്കിക്കൊണ്ടുള്ള വണ്ടി ഓടിക്കലാണ്. പുള്ളി മൊബൈലിലേക്കാണ് അധിക സമയം നോക്കുന്നത്. മുമ്പോട്ട് പതുക്കെ ഒന്ന് നോക്കും, വണ്ടിയൊന്നും ഇല്ലെന്ന് ഉറപ്പിക്കും, പിന്നെ മൊബൈലിലോട്ട്. ഇത് വല്ലാത്തൊരു യാത്രയായിപ്പോയി. കുറേ മോഡേണായ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. പള്ളി അടുക്കാറാകുമ്പോഴാണ് കൂടുതലും ഈ ടൈപ്പ് ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ ഒഴിഞ്ഞ പ്രദേശത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു സിറ്റിയോട് നമ്മൾ അടുക്കും. ചെറിയൊരു സിറ്റിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എച്മിയാട്സിൻ ആ ഒരു പ്രദേശത്തോട് അടുക്കാറായി. അവസാനം ഞങ്ങളെ വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ പുള്ളി അവിടെ എത്തിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പതുക്കെ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളൊന്നായ എച്മിയാട്സിനിലേക്ക് കയറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുമ്പായിട്ട് തന്നെ തൊട്ട് മുമ്പുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയൊരു വില്ലേജ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ ഇതാണ് ചാപ്പലിലേക്ക് നമുക്ക് കയറേണ്ട, കത്തീഡ്രൽ കോംപ്ലക്സിലേക്ക് നമുക്ക് കയറേണ്ട ആ വലിയൊരു കവാടം. അതീവ രസകരമായിട്ടാണ് ഈ ഒരു കവാടം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ മാത്രം ഉള്ളൊരു ടൈപ്പ് ഓഫ് സ്റ്റോണാണ് ഇത്. എല്ലാ ബിൽഡിങ്ങിനും എല്ലാ പള്ളികൾക്കും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ കാണാം. നമുക്ക് അങ്ങോട്ട് കയറുമ്പം തന്നെ അറിയാം എത്രമാത്രം വിശാലമായ ഒരു പള്ളിയും പള്ളി അങ്കണവുമാണെന്ന്. ഈ ഒരു വിശാലമായ മുറ്റത്തൂടെ ഞങ്ങൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള ചാപ്പൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ അവിടെ കണ്ട 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഡയറക്ഷൻ നമുക്ക് ശരിക്കും മനസ്സിലായത്. ഇപ്പോൾ ഞങ്ങൾ നേരെ നടക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നായ എച്മിയാട്സിൻ്റെ അടുത്തേക്കാണ്. ഞങ്ങളുടെ പുറകിൽ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ പള്ളിയെന്ന് പല ആൾക്കാരും വിശേഷിപ്പിക്കുന്ന ഒരു കത്തീഡ്രൽ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ. വളരെ വിശാലമായൊരു പള്ളി അങ്കണം തന്നെയാണിത്. ഒരുപാട് ആപ്പിൾ മരങ്ങളും എന്താ പറയുന്നത്
ക്രിസ്മസ് ട്രീ പോലുള്ള ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പള്ളി അങ്കണം. എനിക്കൊന്ന് ക്രിസ്മസ് സീസണിലും വിൻ്റർ സീസണിലും ഇവിടുത്തെ ഒരു ഭംഗി വേറെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഭയങ്കര കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അതുകൊണ്ട് ചൂടിന് വലിയ പ്രശ്നമില്ല, വലിയ വെയിലും ഇല്ല, നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്, നല്ല ഭയങ്കര കാറ്റ്. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ പതുക്കെ ചുറ്റി നടന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഞങ്ങൾ മെയിൻ കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് പോയത്. ഈ കുടിവെള്ളത്തിൻ്റെ ഒരു സോഴ്സ് എവിടെ പോയാലും നമുക്ക് അർമേനിയയിൽ കാണാൻ വേണ്ടി പറ്റും. ശുദ്ധമായ വെള്ളമാണ്, 24 മണിക്കൂർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമുക്ക് ആവശ്യത്തിന് കുടിക്കാം. അങ്ങനെ ഞങ്ങൾ പതുക്കെ മെയിൻ ചാപ്പലിൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ ആകെപ്പാടൊരു വിഷമം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചാപ്പലിൻ്റെ റീകൺസ്ട്രക്ഷൻ വർക്ക് കുറേ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് കയറാനുള്ളൊരു പെർമിഷൻ ഇപ്പം വിസിറ്റേഴ്സിനില്ല. അത് വലിയൊരു നിരാശയായിപ്പോയി. കാരണം വളരെ കാണണമെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചൊരു മൊണാസ്ട്രി അല്ലെങ്കിൽ കത്തീഡ്രൽ ഇതായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ചാപ്പലാണിത്. അർമേനിയയിലെ ആദ്യത്തേതാണ്. എന്തായാലും ഏൻഷ്യൻ്റ് അർമേനിയയിൽ ഉണ്ടാക്കിയൊരു കത്തീഡ്രലാണ്. 4-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ഒരു പള്ളിയിൽ നമുക്ക് കയറി കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു നിരാശ ഞങ്ങൾക്ക് അവിടെ എന്തായാലും ഉണ്ടായി. എന്ത് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന് ഒന്ന് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരാനേ പറ്റുള്ളൂ. വേറെയും കുറേ മൊണാസ്ട്രികൾ അല്ലെങ്കിൽ വേറെയും പള്ളികൾ ആ കോംപ്ലക്സിൽ തന്നെയുണ്ട്. ഇത്രയും വിശാലമായ ഒരു പള്ളി അങ്കണം ഞാൻ അർമേനിയയിൽ വേറെ ഒരു സ്ഥലത്തും പോയിട്ട് കണ്ടിട്ടില്ല. ഇതിൻ്റെ വലുപ്പം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു അങ്കണത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുണ്ടായ 1-2 ചാപ്പലിലൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അവിടെ ചെറിയ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധിക സമയം ഷൂട്ട് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇത് ഈ പള്ളിയുടെ ഒരു സൈഡിലുള്ള ഇവരുടെ ഓഫീസ് കെട്ടിടമോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. കാണുമ്പോൾ വേറൊരു പള്ളി പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇതും ഏകദേശം നല്ല പഴക്കമുള്ളൊരു കെട്ടിടം തന്നെയാണ്, ഓഫീസ് കെട്ടിടമൊക്കെ ആണെന്നാണ് തോന്നുന്നത് ഇതിനകത്തുള്ളത്. എന്തായാലും 1965 നിർമ്മിച്ച കെട്ടിടമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം, 1965 ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 1965 നിർമ്മിച്ചൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഒരുപാട് പഴക്കം തോന്നുകയും ചെയ്യും നമുക്ക്. പള്ളിമണിയൊക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. എന്തോ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അവിടെ. ആ പഴയ പള്ളിയിലല്ല, ഇപ്പുറത്ത് വേറൊരു ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു ചാപ്പലുണ്ട്. അവിടുന്ന് കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അടുത്തൊന്ന് കയറി ഇങ്ങനെ നോക്കി. എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്ഥലം? ചിന്നു പറഞ്ഞ് കണ്ണൂർ ഭരണശ്ശേരിയിലുണ്ട് ഇതുപോലത്തെ സ്ഥലം. അതായത് എത്രയോ ലോകത്തിലെ ആദ്യം തന്നെ ക്രിസ്ത്യൻ പള്ളിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഇവൾ പറഞ്ഞ് കണ്ണൂർ ഭരണശ്ശേരിയിൽ ഇതുപോലത്തെ ഒരു പള്ളി ഉണ്ടെന്ന്. ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് പതുക്കെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. വളരെ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറാണ്, നമുക്ക് എത്ര സമയം വേണേലും അവിടെ ഇരിക്കാം. ഞങ്ങളെന്തായാലും കയറി വന്ന എൻട്രൻസ് അല്ലാതെ അതിൻ്റെ അങ്ങേ അറ്റത്തുള്ള എൻട്രൻസ് വഴി തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അപ്പം നമുക്ക് പള്ളിയുടെ മറ്റുള്ള വശങ്ങളിലൂടെ കാണാമല്ലോ എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ അതുവഴി പോകാമെന്ന് വിചാരിച്ചത്. ഈ ദൂരെ കാണുന്നത് സെമിത്തേരിയാണ്. എത്രയോ പുരാതനമായ സെമിത്തേരി ആയിരിക്കണമല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വലിയൊരു പുൽമൈതാനം കടന്നിട്ട് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നില്ല, നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ട്. എന്തായാലും ഞങ്ങൾ ദൂരെ നിന്ന് അതൊക്കെ ഷൂട്ട് ചെയ്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം എരവാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരു ടാക്സി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. വലിയ താമസമില്ലാതെ ടാക്സി കിട്ടും തോന്നുന്നു. എന്തായാലും വലിയ താമസമില്ലാതെ ഞങ്ങൾക്ക് ടാക്സി കിട്ടി. ഇനിയിപ്പം ഒരു 10-40 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എന്തായാലും എരവാൻ ടൗണിലേക്ക് എത്തും. അപ്പോൾ അവിടെ നിന്നൊരു ഷോപ്പിംഗ് മാളിലും കൂടെ കയറിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ എടുത്ത് പോകേണ്ട ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. എന്തായാലും ഇങ്ങോട്ട് വന്ന ഡ്രൈവറെ പോലെയുള്ള ഡ്രൈവറല്ല, ഇയാളൊരു മര്യാദക്കാരനാണ്. എന്നാലും മൊബൈലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ശീലമാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസോ ചെക്കിങ്ങോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി എന്തായാലും വലിയ വേഗത്തിലൊന്നല്ല വണ്ടി ഓടിച്ചത്. ഞങ്ങളെന്തായാലും സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കുന്ന എന്തായാലും പുള്ളിയുടെ ഡ്രൈവിംഗ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി.
ഞങ്ങളെന്തായാലും പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 40 മിനിറ്റ് കൊണ്ട് ഡെൽമ ഗാർഡൻ മാളിൻ്റെ അടുത്തെത്തിച്ചു. ഞങ്ങളെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പുള്ളി ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങൾ അവിടുന്ന് നേരെ ഓവർ ബ്രിഡ്ജ് കയറി ഡെൽമ ഗാർഡൻ ഷോപ്പിംഗ് മാളിലേക്ക് ക്രോസ് ചെയ്യാണ് ഉണ്ടായത്. അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മാളാണ്. നമ്മൾ UAE ദുബായിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് പോലത്തെ തന്നെ വളരെ വലുതും വിശാലവുമായ ലക്ഷറീസായ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. നമുക്കിപ്പോൾ കാണാം, അതിൻ്റെ പേര് ഡെൽമ ഗാർഡൻ മാൾ എന്നാണ്. അത്യാവശ്യം നിറച്ച് കസ്റ്റമറൊക്കെ ആയിട്ട് എല്ലാ ബ്രാൻഡഡ് ഷോറൂമുകളും ഉള്ള ഒരു ഷോപ്പിംഗ് മാൾ തന്നെയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. ഇത് ഞങ്ങൾ പോയതൊരു വീക്കെൻഡിലൊന്നുമല്ല, നോർമൽ ഡേയിലാണ്. നോർമൽ ഡേയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഷോപ്പിംഗ് മാളിനകത്ത്. ഞങ്ങൾ കുറച്ചധികം സമയം ഷോപ്പിംഗ് മാളിൽ ചിലവഴിച്ച് ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത്. അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റും കൂടി ഉണ്ട്, സിറ്റി ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് അന്നത്തെ ദിവസം എന്തായാലും കളറാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.